മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ADGP S. ശ്രീജിത്ത് എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നതാണ്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രങ്ങൾ. 2019 തിരുവനന്തപുരം വെള്ളറടിയിലായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം. പദ്ധതിയുടെ ശിലാഫലകത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 ഇത് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ്. കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തന്റെ വിവാഹ ചടങ്ങിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുഴുവൻ സമയവും പങ്കെടുത്തു. തിരുവല്ല ഇടിഞ്ഞില്ലം വിജയ കൺവെൻഷൻ സെന്ററിലായിരുന്നു ചടങ്ങ്. ദേവസ്വം മന്ത്രിയെ കൂടാതെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനൊപ്പവും അദ്ദേഹം നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 25-ാം തീയതി VN വാസവൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചതാണ് ചിത്രങ്ങളിലധികവും. ദേവസ്വം ബോർഡ് അംഗം അജികുമാറുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമാണുള്ളത്. അജികുമാറിന്റെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് 2 ഭവനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇടനിലയിലാണ് നിർമ്മിച്ചു നൽകിയത്. ഉപദേശക സമിതി അംഗം ബിനുവാണ് ബാംഗ്ലൂരിലെ രാഘവേന്ദ്രയെയും രമേശിനെയും പ്രസാദിനെയും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുന്നത്. എത്ര ഉപദേശക സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഈ വർഷം മെയ് 25-ന് അറക്കൽ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലായിരുന്നു ചടങ്ങ്. ഉദ്ഘാടനം ചെയ്തത് U. പ്രതിഭ MLA. ചടങ്ങിന്റെ അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.